അഞ്ചുകൊക്കെ കള്ളൻ ഈ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പോലെയായിരുന്നു. ഒന്നൊന്നര പടം. റെട്രോ ഫീൽ പഴയ കാലമാണ് ഉടനീളം നിർത്തിയിട്ടുണ്ട്. കളർ ഗ്രേഡിങ്, മേക്കിംഗ്, ക്യാമറ, ആക്ഷൻ, പെർഫോമൻസ് എല്ലാം കീടുകാച്ചി. ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യായിരുന്നു. അത് ചാടിക്കറി പടത്തിന് വന്നത്. പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല സത്യം പറയാമല്ലോ. മലയാളത്തിൽ ഒന്നൊന്നര ഡയറക്ടറിനെ കിട്ടിയേക്കണത്. ബീജ് അതിനകത്ത് എടുത്തു വേണമാണ്. പക്ഷെ എൻ്റെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ഒരു ചാരായ ഷാപ്പാന്നാന്ന് തോന്നുന്നു. ഒരു ഒന്നൊന്നര അടിയുണ്ട് മോനെ. അത് പൊളിച്ചു. ആൻഡ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴും മേക്കിംഗ് വൈസും ബീജിയും ഒക്കെ അടിപൊളിയാണ്. ക്രെഡിറ്റ്സ് ചെയ്ത് കാണിക്കുമ്പോൾ ഇംഗ്ലീഷ് പാട്ടുണ്ട്. അതും പൊളിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്കൊരു തിയേറ്ററിലൊരു വൈബ് എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ ഡിമാൻഡ് മസ്റ്റ് ചെയ്യുന്ന പടമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊത്തത്തിൽ ഒന്നൊന്നര പടം. ആൻഡ് ഡയറക്ടർ പൊളിച്ചു. സീൻ ഒന്നുകൂടി ഇത് മലയാള സിനിമയുടെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നല്ല പടങ്ങൾ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ആൾക്കാർ കാണണം. എന്തായാലും ഇതൊരു പാട്ടും അടിപൊളിയാണ്. ആൾക്കാർ കൂടി പ്രതീക്ഷ ഇതൊരു വമ്പൻ ഹിറ്റാവും എന്നാണ് വിശ്വാസം. ഒരു ഒന്നര പടം ഞാൻ ഒരു പ്രതീക്ഷയിലെ വെറുതെ വന്ന് കാണാൻ വെച്ചാണ്. ഇപ്പോൾ ചെമ്മൺ വിനോദ് ആയാലും പുള്ളിയുടെ ബ്രദർ ഡയറക്ഷൻ ആണെങ്കിലും പിന്നെ ഇപ്പോൾ മണികണ്ഠ ആചാരി, ലുക്മാൻ എല്ലാം നടത്തുന്നുണ്ട്. ലുക്മാനെല്ലാം കഴിവിനെക്കാട്ടും ഭംഗിയെക്കാട്ടും കഴിവാണ് വേണ്ടത് തെളിയിക്കുകയാണ്. ടെക്നിക്കലി നോക്കിയ BGM ഉഗ്രനാണ്, ക്യാമറ വർക്ക് ഉഗ്രനാണ്. ഞാൻ ഒരു പോരായ്മയും കാണുന്നില്ല. ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കില്ല. മെയിൻലി മേക്കിംഗ് ആണ്. ഒരു കമ്മട്ടിപ്പാട അല്ലെങ്കിൽ കാന്താര അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ് എടുത്ത തല്ലുമാല പോലെ എവിടെയും കാണാത്തൊരു ട്രീറ്റ്മെൻറ്റാണ്. മേക്കിംഗ് ഉഗ്രനാണ്. പടം എനിക്ക് തോന്നുന്നു രോമാഞ്ചം പോലെ സർപ്രൈസ് ഹിറ്റായി. ഭയങ്കരമായിട്ട് ഓടാൻ സാധ്യതയുണ്ട്. കുറച്ചൊരു മാർക്കറ്റ് ചെയ്താൽ മതി. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട പടമാണ്. അതായത് ഉഗ്രം പടം. ഇത് ഒന്നൊന്നര പടം. ഇത് തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണണം. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. OTTയിൽ കാണാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ എനിക്കൊന്ന് ഏപ്രിലിൽ ഇറങ്ങി കുറച്ച് നന്നായിട്ട് പോയാണ്. എന്തായാലും അവർ നന്നായി മാർക്കറ്റ് ചെയ്താൽ മതി. എന്തായാലും നല്ല ഒരു പോരായ്മ ഞാൻ കാണുന്നില്ല. ഉഗ്രം പടം. വയലൻസ് ഉണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റിന് ആവശ്യത്തിൽ വയലൻസേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ള വയലൻസേ ഉള്ളൂ. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. തിയേറ്ററിൽ എല്ലാവരും പോയി കാണുക. നല്ല പടം നല്ലതാണ് പറയും, മോശമാണ് മോശമാണ് പറയും. എനിക്കിത് മഞ്ഞുമൽ ബോയ്സിനെക്കാട്ടും ബ്രഹ്മയുഗ ആ രീതിയിൽ വരുന്ന പടമാണ്. എന്തായാലും ഒരു പയ്യനല്ല കേട്ടോ. ആ പയ്യനെ കണ്ട് അടുത്ത വിനായകനാണ് വേഗം. അവൻ്റെ ഒരു ഡാൻസും എല്ലാം ഉഗ്രനാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു പുതുമയുള്ള പടങ്ങൾ എവിടെയും കാണാത്ത പടങ്ങളാണ് വേണ്ടത്. ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴാണ് പടങ്ങൾ ഹിറ്റാണ്. കാരണം ഇന്നത്തെ ഓഡിയൻസ് വേൾഡ് സിനിമയിൽ കാണുന്നതാണ്. ആ ഒരു റേഞ്ചിൽ വരുന്ന പടമാണ് മഞ്ഞുമൽ ബോയ്സ്. എനിക്ക് അത്ര ക്ലൈമാക്സ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ രണ്ടാമത് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനെക്കാട്ടിലും നല്ല മൂവി ഇത് തന്നെയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ടതാണ്. ഇപ്പോൾ ആക്ടിങ് മാത്രമല്ല, മേക്കിംഗ് ആയാലും എല്ലാം കൊണ്ടും ഒരു പോരായ്മ ഞാൻ കാണുന്നത്. ഇപ്പോൾ പെരേര പറയേണ്ട വയലൻസ് ഉണ്ടെന്നാണ്. വയലൻസ് ആവശ്യം തന്നെയായിരുന്നു. അതിൻ്റെ ആക്ഷൻ സീക്വൻസ് പ്രത്യേക രീതിയിൽ എടുത്തിരിക്കണം. പിന്നെ മണികണ്ഠ ആക്ടിങ് ഉഗ്രനാണ്. ഒരു പോരായ്മ ഞാൻ കാണുന്നത്. ഒരു സർപ്രൈസ് ഹിറ്റായിരിക്കും രോമാഞ്ചം പോലെ. 2 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ആണല്ലോ. അത് അമിക്കസ് ക്യൂറി പറഞ്ഞതല്ലേ, അതൊന്നും കോർട്ടിൽ ആയിട്ടില്ലല്ലോ. അതൊന്നും ആവും തോന്നുന്നില്ല. നല്ല പടം. ഇപ്പോൾ പ്രേമലു ഓടിയില്ലേ, ബ്രഹ്മയുഗ ഓടിയില്ലേ, മറ്റേ ഇത് ഓടിയില്ലേ, മഞ്ഞുമൽ ബോയ്സ് ഓടിയില്ലേ. ഇതെല്ലാം റിവ്യൂ കൊടുത്ത് ഞാൻ നെഗറ്റീവ് കൊടുത്തല്ലോ. മഞ്ഞുമൽ ബോയ്സ് കുറച്ച് നെഗറ്റീവ്. എന്നിട്ട് പടം ഓടിയില്ലേ. എന്തൊരു ഹിറ്റാണ്. മലയാളം സിനിമയുടെ ഏറ്റവും വലിയ ഹിറ്റാണ്. റിവ്യൂ ഒന്നല്ല അതിന് കാരണം. അതിന് OTT അങ്ങനെ വേറെ പല കാരണമുണ്ട്. പടം നന്നാണെങ്കിൽ ഓടിയിരിക്കും. മാർക്കറ്റ് ചെയ്യണം. പടം നല്ലതും ആവണം. മാർക്കറ്റ് ചെയ്താൽ ഏത് പടവും ഓടും. ഈ പടം നല്ലതാണ്. മാർക്കറ്റ് ചെയ്താൽ നന്നായിട്ട് ഓടും. നല്ല അടിപൊളി പടമാണ്. കാരണം വെച്ചാൽ മേക്കിംഗ് ഒക്കെ നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് മേക്കിംഗ് ആണ്. കാരണം ചെമ്മൻ ജോസിൻ്റെ അനിയനെടുത്ത പടത്തിൽ ഏറ്റവും നല്ല അടിപൊളി മേക്കിങ്ങും പിന്നെ ഇതുവരെ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു തീമാണ് ഈ പടത്തിൻ്റെ തീം. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ഗൂസ് ബംസാണ് തിയേറ്ററിൽ. കാരണം വെച്ചാൽ ഭയങ്കര കാരണം ഇത് ആക്ച്വലി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവിയാണ്. കാരണം ഒരു നല്ലൊരു സ്റ്റോറി പറയാൻ പറ്റില്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ചബിൾ മൂവിയാണ്. കാരണം നല്ല മേക്കിംഗ് വൈസും BGM വൈസും എല്ലാം നല്ല അടിപൊളിയാണ്. നല്ലൊരു സ്റ്റോറി. പക്ഷേ സംഭവം ഒരു റിവെഞ്ച് ബേസ്ഡ് സ്റ്റോറിയാണ്. ഇപ്പോൾ നല്ലൊരു അടിപൊളി മൂവിയാണ്. നല്ലൊരു വേ ഓഫ് മേക്കിംഗ് പറഞ്ഞാൽ അടിപൊളി മേക്കിംഗ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നമ്മൾ ഒട്ടും ബോറില്ലാതെ ഇരുന്നെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യും. നല്ല മൂവിയാണ്. എന്നാൽ നല്ല സിനിമയാണ്. ഗംഭീര സിനിമയാണ്. പിന്നെ കുറച്ച് ചെമ്പനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ പുതുമുഖങ്ങളാണ്. അവരൊക്കെ നല്ല ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് ഈ അടുപ്പിച്ച് കുറച്ച് നല്ല ഹിറ്റ് മൂവികൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല സിനിമയാണ്. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്യാമറ വർക്ക്, മ്യൂസിക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ കാന്താരയൊക്കെ ഇറങ്ങിയപ്പം നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ മലയാളത്തിൽ കാണാൻ പറ്റുമെന്നൊക്കെ. എന്തായാലും അതിൽ ഗംഭീരമായിട്ട് നല്ലൊരു സിനിമയാണ്. ഒരു ക്ലാസിക് ടച്ചും ഒക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ്. എന്തായാലും നല്ല സിനിമയാണ്.